നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ക്ലാസ്സുകൾ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ അഥവാ ചെലവുകളെ പറ്റിയാണ് പറഞ്ഞത്. അതിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിന്റെ ബാക്കിയാണ്. പിന്നെ കുറച്ച് ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ട കുടിശ്ശിക ക്ലെയിമുകളെ പറ്റിയാണ്. ക്ലെയിമുകൾ നമ്മൾ പറഞ്ഞു, ഓരോ ക്ലെയിമും ഏത് കാലാവധിക്കുള്ളിൽ ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിമുകൾ ലാപ്സ് ആവും. അപ്പം ലാപ്സായി കഴിഞ്ഞാൽ പിന്നെ ആ ക്ലെയിമിന് പ്രസക്തിയില്ല, അത് കിട്ടുന്നതല്ല. ഇനി അടുത്ത പോയിന്റ് പറയാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള കുടിശ്ശിക ക്ലെയിമുകൾ അവ ഡ്യൂ ആയ തീയതി മുതൽ 3 വർഷത്തിനുള്ളിൽ ക്ലെയിം ബോധിപ്പിച്ചാൽ അതിന് അനുമതി നൽകാവുന്നതാണ്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ക്ലെയിം ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ട കുടിശ്ശിക അത് 3 വർഷത്തിനുള്ളിൽ ഡ്യൂ ആയി കഴിഞ്ഞിട്ട് 3 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്താൽ നൽകാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചെലവ് ഓഡിറ്റിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റിംഗ് നടത്തുന്നതിനെ സംബന്ധിച്ച ചില ചട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഓഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനാൽ പരമാവധി ലഭ്യമായ വിവരങ്ങളെല്ലാം നൽകുക എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കൺട്രോളിംഗ് ഓഫീസർമാരുടെ ചുമതലയാണ്. അതിപ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഓഫീസിൽ ഓഡിറ്റ് നടത്തിയാലും, ഓഡിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മൾ ചെലവഴിച്ച പിന്നെ വരവ് വെച്ച കളക്ഷൻ, പിന്നെ അക്കൗണ്ടിങ്, പിന്നെ എക്സ്പെൻഡിച്ചർ, ഈ കണക്കുകളെല്ലാം ഓഫീസിലുള്ള ഒരു പിന്നെ കണക്കുകൾ സൂക്ഷിച്ചിട്ടുള്ള കണക്കുകളെല്ലാം സുതാര്യമായിട്ടാണോ നടക്കുന്നത്, അത് നടപടിക്രമം പാലിച്ചാണോ നടക്കുന്നത് എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ് ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റ് എന്ന് ഓഡിറ്റിന് നമ്മൾ ചിലപ്പോൾ നമ്മളെ ഒരു പിന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവാം, അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുണ്ടാവാം, വേറൊരു ഓഫീസിൽ പ്രൊമോഷനായി പോയിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എപ്പോഴാണോ നിലവിലുള്ള കൺട്രോളിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ ഓഡിറ്റ് പാർട്ടി വരുമ്പോൾ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും, എല്ലാ വിവരങ്ങളും, ലഭ്യമായ എല്ലാ വിവരങ്ങളും നൽകേണ്ട ഒരു ഉത്തരവാദിത്തം നിലവിലുള്ള ഓഫീസർമാർക്ക് ഉണ്ട്. ഇനി അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ തുക പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിൻവലിച്ച തുക തിരികെ നൽകുന്നതിന് ഡ്രോയിങ് ഓഫീസർ ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പണം അനുവദിച്ചു, ആ പണം അനുവദിച്ചതിൽ കൂടുതൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പണം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവ് മൂലം പണം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുവദിച്ച പണം മാത്രമേ ഡ്രോയിങ് ഓഫീസർ എന്ന് പറഞ്ഞ പണം പിൻവലിക്കുന്ന ഓഫീസർ പിൻവലിക്കാൻ പാടുള്ളൂ. ഡ്രോയിങ് ഓഫീസറിൽ നിന്ന് ആ തുക റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബില്ലിൽ മേലപ്പ് വെച്ച ഉദ്യോഗസ്ഥനും ബില്ല് പാസാക്കിയ ട്രഷറി ഓഫീസറും അയാളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നഷ്ടം നികത്തുന്നതിന് ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡ്രോയിങ് ഓഫീസർ അനുവദിച്ചതിലും കൂടുതൽ പണം പിൻവലിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ പിൻവലിച്ചാൽ യഥാർത്ഥത്തിൽ ആ ഡ്രോയിങ് ഓഫീസറിൽ നിന്ന് ആ എക്സസ് പിൻവലിച്ചതുള്ള റിക്കവർ ചെയ്ത് ഈടാക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും ഈടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ബന്ധപ്പെട്ട ബില്ല് കൗണ്ടർ സൈൻ ചെയ്ത ഉദ്യോഗസ്ഥനും ഈ ബന്ധപ്പെട്ട ബില്ല് പാസാക്കിയ ട്രഷറി ഉദ്യോഗസ്ഥനും ഈ നഷ്ടം നികത്താൻ ബാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്തത്, അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ട്രഷറിയിലുള്ള ഉദ്യോഗസ്ഥർ എന്താ ശ്രദ്ധിക്കേണ്ടത്? അനുമതി ലഭിച്ച അത്രയും ക്യാഷ് മാത്രമേ വിഡ്രോ ചെയ്യാൻ അനുവദിക്കാവൂ. കൗണ്ടർ സൈൻ ചെയ്യുന്ന ഓഫീസർ എന്ത് ശ്രദ്ധിക്കണം? ഇത് അനുമതി ലഭിച്ച സംഖ്യ എത്രയാണ്, ആ സംഖ്യ മാത്രമാണ് ബില്ലിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൗണ്ടർ സൈൻ ചെയ്യുന്ന മേലുദ്യോഗസ്ഥനും ഉണ്ട്. അടുത്തത്, നമ്മൾ ഗവൺമെന്റിന് മേൽ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ ചെലവുകളുടെയും ഓഡിറ്റിന്റെ ചുമതല അക്കൗണ്ടന്റ് ജനറലിനാണ്. ചെലവുകളിൽ ക്രമക്കേടോ മറ്റോ കണ്ടെത്തിയാൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയോ അധികമായി നൽകിയ തുക തിരിച്ചു പിടിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്യുകയും
ഇത് സംബന്ധിച്ച വിതരണ ഉദ്യോഗസ്ഥന് വാർണിംഗ് സ്ലിപ്പ് നൽകുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഓഡിറ്റ് നടത്തേണ്ട ഉത്തരവാദിത്തം, ചുമതല എന്ന് പറയുന്നത് AGക്കാണ്, അക്കൗണ്ടന്റ് ജനറലിലാണ്. അപ്പോൾ അക്കൗണ്ടന്റ് ജനറലിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ചെലവുകളിൽ ക്രമക്കേട് കണ്ടെത്തി, അല്ലെങ്കിൽ അധിക തുക പിൻവലിച്ചു, അങ്ങനെ ഏതെങ്കിലും സംഗതികളിൽ അധിക തുക പിൻവലിക്കുകയോ ക്രമക്കേടോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട തുക തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് AG നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇത് സംബന്ധിച്ച വിതരണ ഉദ്യോഗസ്ഥന് ഒരു വാർണിംഗ് സ്ലിപ്പ് നൽകേണ്ടതാണ്. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള. അപ്പോൾ വാർണിംഗ് സ്ലിപ്പ് ആരാണ് നൽകുന്നത്? ഡ്രോയിങ് ഓഫീസർക്ക് വാർണിംഗ് സ്ലിപ്പ് നൽകുന്നത് ആരാണ്? ശരിക്കും അക്കൗണ്ടന്റ് ജനറലാണ് വാർണിംഗ് സ്ലിപ്പ് നൽകുന്നത്. ഇനി ഓഡിറ്റ് ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒബ്ജക്ഷൻ സ്ലിപ്പ്, ഓഡിറ്റ് നോട്ട് എന്നിവയിന്മേൽ അവ ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. അതാണ് അടുത്ത പോയിന്റ്. അതായത് ഓഡിറ്റ് ഓഫീസിൽ നിന്ന്, ഒരു ഓഡിറ്റ് ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട ഓഫീസിൽ വന്ന്, അല്ലെ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ആ ഓഡിറ്റ് പാർട്ടി ഓഡിറ്റ് നടത്തും. ഓഡിറ്റ് നടത്തി അവർ പോകും. ഓഡിറ്റ് നടത്തി അവർ പോയി കഴിഞ്ഞാൽ ആ ഓഫീസിൽ നിന്ന് ആ ഓഡിറ്റ് നടത്തിയതിന് സമ്മതം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ അവര് ആ ഓഡിറ്റിന് ഉള്ള ഒരു നോട്ട് തയ്യാറാക്കും. അതുകൂടാതെ ചിലപ്പോൾ ഒബ്ജക്ഷൻ സ്ലിപ്പ് ആയിരിക്കും. ഒബ്ജക്ഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ തടസ്സവാദം ഉണ്ട്. അതായത് ചില ഓഡിറ്റുകൾ നടത്തിയപ്പോൾ ചില കാര്യങ്ങളിൽ ഈ ഓഡിറ്റ് പാർട്ടി തടസ്സവാദം ഉന്നയിച്ചിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങൾ ചെയ്തത് ശരിയായില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്തത് ഇന്ന പോലെ ചെയ്യണമായിരുന്നു, ഇന്നതുപോലെ ഇത്ര രൂപയെ പിൻവലിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ, അത് പിൻവലിച്ചത് ഇത്രയാണ്, ഈ പിൻവലിച്ച നടപടി തടസ്സപ്പെടുത്തുന്നു. ഇത്തരത്തില് ഒബ്ജക്ഷൻ നോട്ടും ഒബ്ജക്ഷൻ സ്ലിപ്പും ഓഡിറ്റ് നോട്ടും ഒക്കെ ആയിട്ട് ഓഡിറ്റ് പാർട്ടിയുടെ ഒരു റിപ്പോർട്ട് നമുക്ക് വരും, ഈ ഓഫീസിലേക്ക് വരും. ഏത് ഓഫീസിലാണോ ഓഡിറ്റ് നടത്തിയത് ആ ഓഡിറ്റ് നടത്തിയ ഓഫീസിലേക്ക് ഓഡിറ്റ് നടത്തിയ പാർട്ടികൾ ആരാണോ ഓഡിറ്റ് നടത്തിയത് അവര് ഒബ്ജക്ഷൻ സ്ലിപ്പും ഓഡിറ്റ് നോട്ടും നമുക്ക് അയച്ചു തരും. ആ ഓഡിറ്റ് നോട്ടിന് 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിളുകളാണ് നമ്മൾ പറയുന്നത്. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അക്കൗണ്ടന്റ് ജനറലിന് ലഭിച്ചിട്ടുള്ള ഒബ്ജക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നതിലേക്കായി ഫോറം നമ്പർ 4-ൽ ഒരു രജിസ്റ്റർ എല്ലാ ഓഫീസിലും വെച്ചു പോരേണ്ടതാണ്. അപ്പൊ എല്ലാ ഓഫീസിലും ഇത്തരത്തിലുള്ള ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫോറം നമ്പർ 4-ആണ്. അപ്പോൾ ഓരോ ഫോറങ്ങളും, ഫോറം നമ്പർ 2 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഓരോ ഫോറങ്ങളും എന്ന് നമ്മൾ പറയുന്നത് ഓരോ ഫോർമാറ്റുകളാണ്. അപ്പോൾ ഫോറം നമ്പർ 4-ലാണ് ഈ രജിസ്റ്റർ. ആ ഫോർമാറ്റിലാണ് എല്ലാ ഓഫീസിലും രജിസ്റ്റർ വെക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്റ്റർ? അക്കൗണ്ടന്റ് ജനറലിന് ലഭിച്ചിട്ടുള്ള ഒബ്ജക്ഷനുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് നടത്തി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒബ്ജക്ഷനുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോറം നമ്പർ 4-ൽ രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. അത് എല്ലാ ഓഫീസിലും സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ വെക്കുമ്പോൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, അക്കൗണ്ടന്റ് ജനറലിൽ നിന്നും ഒബ്ജക്ഷൻ സ്ലിപ്പ് ലഭിച്ചാൽ പേഴ്സണൽ രജിസ്റ്ററിലും ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിലും അത് ഒരു പുതിയ കേസായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഓരോ ഓഫീസർമാർക്കും ക്ലർക്കുമാരാണെങ്കിലും ഒക്കെ തന്നെ അവർക്കൊക്കെ PR ഉണ്ടാവും. PR എന്ന് പറഞ്ഞാൽ പേഴ്സണൽ രജിസ്റ്റർ. തൻ്റെ സെക്ഷനിലേക്ക് വരുന്ന എല്ലാ കേസുകളും, തപാൽ വഴി തൻ്റെ സെക്ഷനിലേക്ക് വരുന്ന എല്ലാ കേസുകളും ഒരു ഉദ്യോഗസ്ഥൻ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ രജിസ്റ്ററിലാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ രജിസ്റ്ററിന് ചുരുക്കി നമ്മൾ PR എന്ന് പറയും. PR-ൽ നമ്മൾ രേഖപ്പെടുത്തണം. അതുകൂടാതെ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിലും അതൊരു പുതിയ കേസായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു നമ്പർ ഇട്ടിട്ടായിരിക്കും ഇത് വരുന്നത്. ആ നമ്പർ ഇട്ട് വരുന്ന ഇത്തരത്തിലുള്ള കേസുകൾ, ഒബ്ജക്ഷൻ സ്ലിപ്പ് വരുമ്പോൾ ആ നമ്പർ ഇട്ട് വരുന്നത് ഒന്ന് ഓഫീസറുടെ, ഈ ജീവനക്കാരൻ്റെ ക്ലർക്കിൻ്റെ പേഴ്സണൽ രജിസ്റ്ററിൽ ചേർക്കണം. മറ്റൊന്ന് ഒബ്ജക്ഷൻ രജിസ്റ്ററിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫോം നമ്പർ 4-ൽ സൂക്ഷിക്കുന്ന ഒബ്ജക്ഷൻ രജിസ്റ്ററിലും പുതിയ കേസായിട്ട് ചേർക്കണം. പുതിയ കേസായിട്ട് ചേർക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? ആ കേസിന് ഒരു നമ്പർ ഇട്ടുണ്ടാവും. ആ കേസിന്റെ മേലെ നമ്മൾ
അടിയന്തരമായിട്ട് ഏത് പുതിയ കേസിന്റെ മേൽ നമ്മളൊരു നടപടി എടുത്തിട്ടുണ്ടാവണം. അത് കൃത്യമായിട്ട് ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ കേസായിട്ട് പരിഗണിക്കണം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷത്തിൽ ലഭിക്കുന്ന എല്ലാ ഓഡിറ്റ് ഒബ്ജക്ഷനുകളും ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിൽ ക്രമമായി നമ്പർ ഇട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഓഫീസിലുള്ള ഫോം നമ്പർ 4 സൂക്ഷിച്ചിട്ടുള്ള എല്ലാ ഓഡിറ്റ് ഒബ്ജക്ഷനിലും ഓഡിറ്റിൽ ഉണ്ടാകുന്ന തടസ്സവാദങ്ങൾ, ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സവാദമാണ്. അപ്പോൾ ഓഡിറ്റ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ള തടസ്സവാദങ്ങളെല്ലാം തന്നെ രജിസ്റ്ററിൽ ക്രമമായി നമ്പർ ഇട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഇതിനുശേഷം 14 ദിവസത്തിനുള്ളിൽ ഒബ്ജക്ഷന് മറുപടി നൽകേണ്ടതാണ്. അപ്പൊ ഈ തടസ്സവാദങ്ങൾക്ക്, ഓഡിറ്റ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ള തടസ്സവാദങ്ങൾക്കൊക്കെ തന്നെ 14 ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ് എന്നതാണ് മറ്റൊരു കാര്യം. ഇനി അക്കൗണ്ടന്റ് ജനറലിന് മറുപടി നൽകിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തതായി പരിഗണിക്കേണ്ടതും അതിന്റെ സീരിയൽ നമ്പറിൽ ചുവന്ന മഷി കൊണ്ട് റൗണ്ട് ചെയ്യേണ്ടതുമാണ്. അപ്പൊ നമ്മൾ ഈ ഒബ്ജക്ഷൻ രജിസ്റ്ററിൽ, ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്ററിൽ ഇത് ക്രമമായി എഴുതി കഴിഞ്ഞാൽ, സീരിയൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഓഡിറ്റ് ഒബ്ജക്ഷന് ഒരു മറുപടി ഏജിക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ തൽക്കാലം ആ ഫയൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോമിൽ ബന്ധപ്പെട്ട സീരിയൽ നമ്പർ ഏതൊക്കെ കാര്യങ്ങൾക്കാണോ നമ്മൾ മറുപടി നൽകിയത്, ആ മറുപടി നൽകിയ കേസുകളൊക്കെ തന്നെ അതിന്റെ സീരിയൽ നമ്പർ ചുവന്ന മഷിയിൽ റൗണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഓഫീസിന് മുഴുവനായിട്ട് ആകെ ഒരു രജിസ്റ്റർ മാത്രം ഉണ്ടായിരിക്കുന്നതും ആ രജിസ്റ്റർ വെച്ചു പോരുന്നതിന് ഒരു പ്രത്യേക വ്യക്തിയെ ചുമതലപ്പെടുത്തേണ്ടതുമാണ്. അപ്പോൾ ഓരോ സെക്ഷനിലേക്കും എന്തില്ല, ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഇല്ല. ഒരു ഓഫീസിന് മുഴുവനായിട്ടും ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ മാത്രമേ ഉള്ളൂ, ഫോം നമ്പർ 4. അത് സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കേണ്ടതുമാണ്. നിയമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചുമതല നൽകേണ്ടതാണ്. സാധാരണ ജോലികൾക്ക് പുറമെ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ട ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ, ആർട്ടിക്കിൾ 64 പറയുന്ന കാര്യം, ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള പേയ്മെന്റിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായാൽ ആ ഒബ്ജക്ഷന് മേൽ അന്തിമ തീർപ്പുണ്ടാകുന്നത് വരെ അതേ സ്വഭാവത്തിലുള്ള പേയ്മെന്റുകൾ നടത്തുന്നില്ല എന്നുള്ള കാര്യം ഓഫീസ് മേധാവി ഉറപ്പുവരുത്തേണ്ടതാണ്. അത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള പേയ്മെന്റ് പണം കൊടുക്കുന്നതിന് ഒബ്ജക്ഷൻ വന്നു, ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു. അങ്ങനെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായാൽ ആ ഓഡിറ്റ് ഒബ്ജക്ഷനിൽ തീർപ്പ് ഉണ്ടാകുന്നവരെ അതിന് സമാനമായ എല്ലാ ബില്ലുകളും എല്ലാ പേയ്മെന്റുകളും നിർത്തിവെക്കും. ഓഫീസർ നിർത്തിവെക്കേണ്ടതാണ്. അതേപോലത്തെ വേറെണ്ണം കൊടുത്താലോ അതും ഒബ്ജക്ഷൻ ആവും. അപ്പോൾ അതിന് സമാനമായി ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലനിൽക്കാൻ ഒരു അന്തിമ തീർപ്പ് ഉണ്ടാകുന്നത് വരെ അതേ സ്വഭാവത്തിലുള്ള പേയ്മെന്റുകൾ നടത്തുകയില്ല, പണം നൽകുകയില്ല എന്നുള്ള കാര്യം ഓഫീസ് മേധാവികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തത്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അധികാര കേന്ദ്രം സാധാരണഗതിയിൽ അക്കൗണ്ടന്റ് ജനറൽ ഉത്തരവായിട്ടുള്ള ഒരു റിക്കവറിക്കെതിരായി ആ ഉത്തരവ് സംബന്ധിച്ച് അറിയിപ്പ് ബന്ധപ്പെട്ട ജീവനക്കാരന് ലഭിച്ച് 3 മാസം കഴിഞ്ഞ് ലഭിക്കുന്ന പ്രതിഷേധ ഹർജികളോ നിവേദനങ്ങളോ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അപ്പോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ടന്റ് ജനറൽ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉത്തരവായി. ആ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉത്തരവായി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ജീവനക്കാരന് അതിൽ ഹർജിയോ നിവേദനമോ നൽകാനുള്ള അവകാശമുണ്ട്. ആ കാര്യങ്ങൾ, ഒബ്ജക്ഷൻ നൽകിയ മാറ്ററിൽ ഇന്നതിൻ്റെയാണ് തൻ്റെ ഭാഗം പറയാനുള്ള ഒരു അവസരം ഉണ്ട്. ഹർജിയായിട്ടോ നിവേദനമായിട്ടോ ആയത് സമർപ്പിക്കാം. അതിന് നമ്മുടെ AGയോട് നേരിട്ട് പറയേണ്ട ആവശ്യമില്ല. ഈ ബന്ധപ്പെട്ട ജീവനക്കാരൻ്റെ ഇമ്മീഡിയറ്റ് ഹയർ ഓഫീസറോട് പറഞ്ഞാൽ മതി. ആ പറയുന്നത് എന്താണ്, അത് ഹർജികളോ നിവേദനങ്ങളോ ആയിട്ട് അയാൾ കൊടുക്കണം. പക്ഷേ 3 മാസം ഈ AG ഓഡിറ്റ് ഒബ്ജക്ഷൻ നോട്ട് അല്ലെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ റിക്കവറി നടത്താൻ AG ഉത്തരവായി. അങ്ങനെ AG ഒരു റിക്കവറി നടത്താൻ ഉത്തരവായാൽ, ഞാൻ പറഞ്ഞു, ആ ജീവനക്കാരന്
നിവേദനങ്ങളോ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യമോ പ്രതിഷേധ ഹർജിയോ ഒക്കെ സമർപ്പിക്കാൻ സമയമുണ്ട്. പക്ഷെ അത് 3 മാസത്തിന് ശേഷമാണെങ്കിൽ, അപ്പോൾ ഈ AG റിക്കവറിക്ക് ഉത്തരവായതിനു ശേഷം 3 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ നിവേദനം എന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. 3 മാസത്തിനകത്ത് ലഭിക്കുന്ന നിവേദനങ്ങൾ മാത്രമേ AGയിൽ നിന്ന് ലഭിക്കുന്ന ഈ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിവേദനങ്ങൾ മാത്രമേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പരിഗണിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരു AG ഒരു റിക്കവറിക്ക് ഉത്തരവായാൽ, ഓഡിറ്റ് ഒബ്ജക്ഷനുമായി ബന്ധപ്പെട്ട ഒരു റിക്കവറിക്ക് AG ഉത്തരവായാൽ, ബന്ധപ്പെട്ട ആ റിക്കവറിക്ക് ആരുടെ നിന്നാണോ റിക്കവറി നടത്തേണ്ടത് ആ ജീവനക്കാരന് പരാതികളോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച ആക്ഷേപങ്ങളോ നിവേദനങ്ങളോ ഒക്കെ ബന്ധപ്പെട്ട ഹയർ ഓഫീസർക്ക് നൽകാനുള്ള അവകാശമുണ്ട്. അതാണ് പറഞ്ഞത്. അവിടെ പക്ഷേ ഈ റിക്കവറി ഉത്തരവ് വന്ന് 3 മാസത്തിനുള്ളിൽ നൽകണം. 3 മാസത്തിന് ശേഷം നൽകുന്ന ഉത്തരവുകൾ നിവേദനങ്ങളോ ഹർജികളോ ഒന്നും സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ആർട്ടിക്കിൾ 65 പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ ബാക്കി പറയാനുണ്ട്. അതുകൂടി ഈ ചാപ്റ്ററിനോടനുബന്ധിച്ച് ഞാൻ പറയുകയാണ്. അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കുക. ആൻ ആപ്ലിക്കേഷൻ ഫോർ, ആദ്യത്തെ ചോദ്യം ഇതാണ്. അന്ന് ചോദ്യം കഴിഞ്ഞ 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ പറയുന്നത്. ആൻ ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ഓഫ് റവന്യൂ ടു ബി സാങ്ഷൻഡ് ആസ് എസ്ഗ്രേഷ്യ ഷുഡ് ബി റിജക്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ആഫ്റ്റർ. അതായത് ഒരു റവന്യൂ റീഫണ്ട് എസ്ഗ്രേഷ്യയായി അനുവദിക്കുന്നതിനുള്ള അപേക്ഷ അത് എന്ന് ലഭിച്ചാലാണ് നിരസിക്കപ്പെടുക. അപ്പോൾ ഒരു റവന്യൂ റീഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? റവന്യൂ റീഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ റവന്യൂവിലേക്ക് ഒരു വ്യക്തി അധികമായി അടച്ച തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാൻ അർഹതയുള്ള ഏതെങ്കിലും ഒരു തുക തിരിച്ചു നൽകുന്നതിനെയാണ് റീഫണ്ട് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. അത്തരത്തിൽ റീഫണ്ട് ഓഫ് റവന്യൂവിന് നമ്മൾ അപേക്ഷ എത്ര കാലത്തിനുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ ആയത് നിരസിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇതിലെ ചോദ്യം. അപ്പൊ നമ്മൾ അതിൽ പറയുന്നത് 1 വർഷത്തിനുള്ളിൽ, 1 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട പീരീഡ് 1 വർഷത്തിന് ശേഷമാണെങ്കിൽ ഈ അപേക്ഷ നിരസിക്കും. അപ്പൊ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റവന്യൂ റീഫണ്ടിനൊക്കെ തന്നെ ഒരു നിശ്ചിത കാലപരിധിയുണ്ട്. അത് ക്ലെയിം ചെയ്യാനുള്ള കാലപരിധിക്ക് ശേഷം ക്ലെയിം ചെയ്യുന്ന റീഫണ്ടിനുള്ള ക്ലെയിമുകൾ നിരസിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അത് ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോ ഉത്തരം ഇതാണ്. റവന്യൂ റീഫണ്ടിനായിട്ടുള്ള ഒരു അപേക്ഷ എസ്ഗ്രേഷ്യയായി അനുവദിക്കണമെങ്കിൽ അത് എപ്പോൾ ലഭിച്ചാലാണ് നിരസിക്കുന്നത് 1 വർഷത്തിന് ശേഷം റവന്യൂ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ 1 വർഷത്തിന് ശേഷം അപേക്ഷകൾ സമർപ്പിച്ചാലാണ് നിരസിക്കപ്പെടുക. 1 വർഷത്തിനകത്ത് അപേക്ഷ സമർപ്പിച്ചാൽ അത് ലഭിക്കുകയും ചെയ്യും. ഇനി അടുത്ത ചോദ്യം, ദ ടൈം ലിമിറ്റ് ഫോർ ക്ലെയിംസ് ഫോർ റീഫണ്ട് ഓഫ് റവന്യൂസ് ഡിസ്ക്രൈബ്ഡ് ഇൻ. അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോഡിലെ ഏത് ആർട്ടിക്കിളിലാണ് റവന്യൂ റീഫണ്ടുമായി ഉള്ള ക്ലെയിമുകളുടെ സമയപരിധിയെക്കുറിച്ച് വിവരിക്കുന്നത്? അപ്പോൾ റവന്യൂ റീഫണ്ട് അതിന് ഒരു നിശ്ചിത സമയപരിധി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ റീഫണ്ട് കിട്ടണമെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ ഒരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 37ലാണ്. കേരള ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ 37ലാണ് അത് വിവരിക്കുന്നത്.
ഇനി ചോദ്യമാണ്, അടുത്ത ചോദ്യമാണ്. റെമിഷൻ ഓഫ് റവന്യൂ. റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്നാൽ എന്ത്? റെമിഷൻ ഓഫ് റവന്യൂ എന്നാൽ എന്ത്? അതായത് റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ വിട്ടുവീഴ്ച അല്ലെങ്കിൽ റവന്യൂവിൽ ഉണ്ടാകുന്ന ഇളവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ വേണമെങ്കിൽ നികുതി ഇളവ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അബാൻഡൻമെന്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ. അതാണ് അതിൻ്റെ ഉത്തരം. അബാൻഡൻമെന്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ. അതിൻ്റെ നമുക്കൊരു എക്സ്പ്ലനേഷൻ നൽകിയാൽ, റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ സർക്കാർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി തങ്ങൾക്ക് ലഭിക്കേണ്ട റവന്യൂ, നികുതിയോ അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങളോ ബോധപൂർവം വേണ്ടെന്ന് വയ്ക്കുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. അതായത് വരാനുള്ള വരുമാനത്തിന്മേലുള്ള അവകാശം ഉപേക്ഷിക്കുക. അപ്പോൾ അത് ഒരു ഇളവായിട്ടാണ് സാധാരണഗതിയിൽ ഈ റെമിഷൻ സർക്കാർ നൽകുന്നത്. അപ്പോൾ ടാക്സേഷൻ ലോസ്, സർവീസ് റെന്റഡ്, ലാൻഡ് റവന്യൂ, ഇത്തരം കാര്യങ്ങളിലാണ് ഈ റെമിഷൻ നടപ്പാക്കുന്നത്. ഇനി നികുതി ഇളവ് എന്നത്, അതായത് ഈ റെമിഷൻ എന്ന് പറയുന്നത്, അടുത്ത ചോദ്യമാണ്, ഏത് വഴിയുള്ള വരുമാനമാണ് ഉപേക്ഷിക്കുന്നത്? നികുതി ഇളവ്. ഇപ്പൊ ഞാനിവിടെ റെമിഷൻ ഓഫ് റവന്യൂ പറഞ്ഞു. ആ റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറയുന്നത് അതൊരു നികുതി ഇളവാണ്. ആ നികുതി ഇളവ് എന്നത്, ഈ പറയുന്ന നികുതി ഇളവ് എന്നത് ഏത് വഴിയുള്ള വരുമാനം ഉപേക്ഷിക്കുന്നതാണ്. ഏതൊക്കെ വഴിയുള്ള വരുമാനങ്ങളാണ് ഉപേക്ഷിക്കുന്നത്? അപ്പൊ ഈ റെമിഷനാണല്ലോ ഞാൻ പറഞ്ഞത് ഉപേക്ഷിക്കല്. അബാൻഡൻമെന്റ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കലാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഇതാണ്: ടാക്സേഷൻ ലോസ്, അതായത് നികുതി നിയമങ്ങൾ, ദെൻ സർവീസ് റെന്റഡ്, നൽകിയ സേവനങ്ങൾക്ക്, അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ, ഭൂമി നികുതി. ഈ 3 കാര്യങ്ങളിലുള്ളവയാണ് നികുതി ഇളവ് എന്നത് വഴിയുള്ള വരുമാനം ഉപേക്ഷിക്കുന്നത്. ടാക്സേഷൻ ലോസ്, സർവീസ് റെന്റഡ്, ലാൻഡ് റവന്യൂ, 3 വഴിയിലും എന്താണ്? റെമിഷൻ ഓഫ് റവന്യൂ നടക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: ഓരോ വകുപ്പ് മേധാവിയും മുൻ സാമ്പത്തിക വർഷത്തെ നികുതി ഇളവുകളുടെ കണക്ക് അക്കൗണ്ടന്റ് ജനറലിന് എന്നത്തേക്ക് മുമ്പ് നൽകണം? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എവരി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സബ്മിറ്റ് ആനുവലി എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ വേവേഴ്സ് ഓഫ് റവന്യൂ സാങ്ഷൻഡ് ഡ്യൂറിംഗ് പ്രസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ടു ദി അക്കൗണ്ടന്റ് ജനറൽ ഓൺ ഓർ ബിഫോർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തില് ഓരോ വകുപ്പ് മേധാവിയും നമ്മൾ സാമ്പത്തിക ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അഥവാ റവന്യൂ വേണ്ടെന്ന് വെക്കൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വെയ്വർ ഓഫ് റവന്യൂ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ വർഷം, മുൻ സാമ്പത്തിക വർഷം ഇത്തരത്തിൽ നികുതി ഇളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയ്വർ ഓഫ് റവന്യൂ, അല്ലെങ്കിൽ റവന്യൂ വേണ്ടെന്ന് വെക്കൽ നടത്തിയിട്ട്, 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് റവന്യൂ റെമിഷനും ഉണ്ട്, മറ്റൊന്ന് വെയ്വർ ഓഫ് റവന്യൂ ഉണ്ട്, അതായത് റവന്യൂ വേണ്ടെന്ന് വെക്കലും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നമ്മൾ ചോദ്യം ഇതാണ്: വെയ്വർ ഓഫ് റവന്യൂ കഴിഞ്ഞ വർഷം എത്രത്തോളം നടത്തിയിട്ടുണ്ട്, അതായത് റവന്യൂ വേണ്ടെന്ന് വെക്കൽ ഏതെല്ലാം കേസുകളിലും നടത്തിയിട്ടുണ്ട് എന്നിവയുടെ ഒരു കണക്ക് എല്ലാ വകുപ്പ് മേധാവിയും അക്കൗണ്ടന്റ് ജനറലിന് നൽകേണ്ടതുണ്ട്. അത് ഏത് തീയതിക്ക് മുന്നെയാണ് നൽകേണ്ടത് എന്നാണ് ചോദ്യം. അത് എല്ലാ വർഷവും ജൂൺ 1 മുമ്പ് നൽകണം. അടുത്ത ചോദ്യം: തിരിച്ചുപിടിക്കാനുള്ള എല്ലാ വഴികളും നോക്കാതെ തന്നെ അമിതമായി നൽകിയ തുകയോ മറ്റവകാശങ്ങളോ വേണ്ടെന്ന് വെക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയ്വർ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. വെയ്വർ ഓഫ് റവന്യൂ അഥവാ റവന്യൂ വേണ്ടെന്ന് വെക്കൽ. അതിന്റെ കറക്റ്റ് വെയ്വർ ഓഫ് റവന്യൂവിന്റെ ഒരു നിർവചനം ഇത് തന്നെയാണ്. എന്ത്? തിരിച്ചു പിടിക്കാനുള്ള എല്ലാ വഴികളും നോക്കാതെ തന്നെ അമിതമായി നൽകിയ
ഓവർ പേയ്മെന്റ്, അതാണ് അമിതമായി നൽകിയ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ്. ഓവർ പേയ്മെന്റ് തുകയോ മറ്റ് അവകാശങ്ങളോ വേണ്ടെന്ന് വെക്കുന്നതിനെയാണ് വെയ്വർ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. എന്നാൽ റെമിഷൻ എന്ന് പറയുന്നത് നികുതി ഇളവ് കൊടുക്കലാണ് ശരിക്കും റെമിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. വെയ്വർ വേണ്ടെന്ന് വെക്കലാണ്. അടുത്ത ചോദ്യം, അമിതമായി നൽകിയ തുക തിരിച്ചു പിടിക്കുന്നത് വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതായത് നമ്മൾ റവന്യൂ വേണ്ടെന്ന് വെക്കൽ അല്ലെങ്കിൽ വെയ്വർ ഓഫ് റവന്യൂ, വെയ്വർ എന്ന് പറഞ്ഞാൽ WAIVER, വെയ്വർ ഓഫ് റവന്യൂവിനെ പറ്റി, അല്ലെങ്കിൽ അമിതമായി നൽകിയ തുക തിരിച്ചു പിടിക്കുക, അതിനെ തിരിച്ചു പിടിക്കുന്നത് വേണ്ടെന്ന് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയ്വർ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. അത്തരത്തിൽ അമിതമായി നൽകിയ തുക തിരിച്ചു പിടിക്കുന്നത് വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ വെയ്വർ ഓഫ് റവന്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ആർട്ടിക്കിൾ 38A ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പർച്ചേസസ് റിക്വയർ ദ സാങ്ഷൻ ഓഫ് ഗവൺമെന്റ്? താഴെ പറയുന്നവയിലെ ഏത് വാങ്ങുന്നതിനാണ് സർക്കാരിന്റെ അനുമതി ആവശ്യമുള്ളത്? ഏത് സംഗതി വാങ്ങുന്നതിനാണ് സർക്കാരിന്റെ അനുമതി ആവശ്യമായി ഉള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക് ചാർജ് ഉണ്ട്, നൺ ഓഫ് ദി അബോവ് ഉണ്ട്, പ്രഷർ ടെസ്റ്റിംഗ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ പറയുന്നത് പോർട്രേറ്റ്സ് ആൻഡ് ഫോട്ടോസ് ഫോർ പബ്ലിക് ബിൽഡിങ്സ്, അതായത് പൊതു മന്ദിരങ്ങളിലേക്ക് ഛായാചിത്രങ്ങളും ഫോട്ടോകളും വാങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. അതൊരു മിസലേനിയസ് ആയിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ കണ്ടിൻജന്റ് ചാർജിൽ നിന്ന് വാങ്ങുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത്തരം സംഗതികൾ വേണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. പോർട്രേറ്റ്സ് ആൻഡ് ഫോട്ടോസ് ഫോർ പബ്ലിക് ബിൽഡിങ്സ്, പൊതു മന്ദിരങ്ങളിലേക്ക് ഛായാചിത്രങ്ങളും ഫോട്ടോകളും വാങ്ങുന്നതിന് സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. അടുത്ത ചോദ്യം, It shall be the duty of the Comptroller and Auditor General of India to audit all receipts which are payable to. അതായത് ആർക്കൊക്കെ നൽകേണ്ടുന്ന വരവുകളാണ്, റെസീറ്റുകളാണ് ഓഡിറ്റ് ചെയ്യുക എന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കടമ. CAGയുടെ കടമ എന്ന് പറയുന്നത് എന്തൊക്കെ, ആർക്കൊക്കെ നൽകേണ്ടുന്ന വരവുകൾ ഓഡിറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലെ വരവുകൾ ഉണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലെ വരവുകളുണ്ട്, യൂണിയൻ ടെറിട്ടറി വരവുകളുണ്ട്. ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുക എന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കടമ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്, സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിലേക്കുള്ള എല്ലാ വരവുകളും ഓഡിറ്റ് ചെയ്യുക, അതാണ് യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വരവുകളും ഓഡിറ്റ് ചെയ്യുക എന്നതാണ് CAGയുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഉള്ള അതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാപ്റ്റർ 3യുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ കേട്ടിട്ട് നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ കമൻസ് ഇടണം. അത് നല്ലതോ മോശമോ ഒക്കെ ആയിക്കോട്ടെ. അല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നു, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ഡിസ്കസ് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എൻ്റെ ഒരു
ധാരണ. പക്ഷേ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആവുന്നുണ്ട് എന്ന് പറയേണ്ടത് നിങ്ങളാണ്. നമ്മൾ ഈ ടെക്സ്റ്റിൽ ത്രൂ ഔട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നമ്മൾ പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യും. ആ രീതിയിൽ ക്ലാസ് ഏറ്റവും നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ കഴിയണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് കേൾക്കുന്ന ജീവനക്കാരുടെ അഭിപ്രായങ്ങളാണ് കേൾക്കേണ്ടത്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ പറയാനോ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.